ദൈവം എന്തുകൊണ്ട് കായീൻ്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല? കായീൻ താൻ വിളവെടുത്ത ഫലത്തിൽ ചിലത് ദൈവത്തിന് യാഗമായി സമർപ്പിച്ചു. കായീനും ദൈവത്തെ സ്നേഹിച്ചു. കായീനും ആബേലും ദൈവത്തിന് യാഗം അർപ്പിച്ചു. അവർ ദൈവത്തെ സ്നേഹിച്ചു. എന്നാൽ ദൈവം പ്രസാദിച്ചത് ആബേലിൻ്റെ യാഗത്തിലാണ്. കാരണം ആബേൽ തൻ്റെ ചെമ്മരിയാടുകളിൽ ആദിജാതനായ ഒരു ചെമ്മരിയാടിനെയാണ് യാഗം അർപ്പിച്ചത്. അവനുള്ളതിലെ ഏറ്റവും മികച്ചതാണ് അവൻ ദൈവത്തിന് കൊടുത്തത്. അതുകൊണ്ടാണ് ദൈവം അവനിൽ പ്രസാദിച്ചത്. കയീൻ തനിക്ക് കിട്ടിയ ഫലങ്ങളിൽ ചിലതെടുത്ത് ദൈവത്തിന് കൊടുത്തു. ദൈവം തന്നിട്ടാണ് തനിക്ക് കായ്കനികൾ കിട്ടിയതെന്ന് പോലും ഓർക്കാതെ തനിക്ക് കിട്ടിയതിൽ നിന്ന് ചിലത് അവൻ ദൈവത്തിന് കൊടുത്തു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കയീനെ പോലെയാണോ ആബേലിനെ പോലെയാണോ? നമുക്കുള്ള സമയത്തിൽ നിന്ന് കുറച്ച് മാത്രം കൊടുത്ത് ബാക്കി സമയമെല്ലാം മൊബൈലിന് മുമ്പിൽ സ്പെൻഡ് ചെയ്യുകയാണോ? കയീനും ദൈവത്തെ സ്നേഹിച്ചു, ആബേലും ദൈവത്തെ സ്നേഹിച്ചു. കയീനും ദൈവം അവനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചു. ദൈവം അവനെ സ്നേഹിച്ചിരുന്നു. അവൻ്റെ ബെസ്റ്റ് അവൻ കൊടുക്കാതെ അവനെ ബെസ്റ്റായി ദൈവം സ്നേഹിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അവിടെ അവന് തെറ്റുപറ്റിയതാണ്. നമ്മളുടെ ഏറ്റവും ബെസ്റ്റായ കാര്യം നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണോ? പ്രത്യേകിച്ച് നമ്മളുടെ സമയം. നിങ്ങളുടെ സമയം ആർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്? ദൈവത്തിനാണോ, മനുഷ്യർക്കാണോ, അതോ മൊബൈലിനാണോ?